നമസ്കാരം, യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി വിദ്യാരംഭ ചടങ്ങുകൾ. നാടിനും വീടിനും ഐശ്വര്യമേകാൻ ബ്രാഹ്മണ ഗൃഹങ്ങളിലെ ബൊമ്മക്കൊലു സമർപ്പണം. ഭക്തകവിയുടെ സ്മരണാർത്ഥം പൂന്താനം ഇല്ലത്ത് ഗുരുവായൂർ ദേവസ്വം വക സാഹിത്യോത്സവം. ഞാൻ ദയാനന്ദൻ. വാർത്തകൾ വിശദമായി. ഓട്ടുരുളിയിലെ ഉണങ്ങല്ലരിയിൽ സ്വരാക്ഷരങ്ങൾ എഴുതി കുരുന്നുകൾ അറിവിൻ്റെ അക്ഷരമുറ്റത്തേക്ക് പിച്ചവെച്ചു. ക്ഷേത്രങ്ങളിലെയും അക്ഷരസന്നിധികളിലെയും സരസ്വതി മണ്ഡപങ്ങളിൽ ഗുരുക്കന്മാർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകി. കുരുന്നുകളെ അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ചുയർത്താൻ വിജയദശമി ദിനമായ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽക്ക് ക്ഷേത്രങ്ങളിലും അക്ഷരസന്നിധികളിലും മാതാപിതാക്കളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. സരസ്വതി മണ്ഡപങ്ങളിൽ പ്രഗത്ഭരായ ഗുരുക്കന്മാരാണ് ഓരോ കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. സ്വർണ്ണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ കുറിച്ച് സ്വരാക്ഷരങ്ങൾ ഉണങ്ങലരിയിൽ കുറിക്കുന്നതിന് സാക്ഷികളായി കുരുന്നുകൾക്ക് സമീപം മാതാപിതാക്കളും എത്തിയതോടെ പല വിദ്യാരംഭ കേന്ദ്രങ്ങളും ജനസാഗരമായി. ജില്ലയിൽ പ്രമുഖ കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിൽ പുലർച്ചെ 5 മണി മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി. MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിലാണ് തുഞ്ചൻ പറമ്പിലെ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം, തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. ഭക്തകവി പൂന്താനത്തിന്റെ ഇല്ലത്ത് നടന്ന ചടങ്ങിൽ 390 കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. പെരിന്തൽമണ്ണ ശിവക്ഷേത്രം, ഏലംകുളം മാട്ടായക്കുന്ന് ക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. വിജയദശമി ദിനമായ വെള്ളിയാഴ്ച തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നടത്തിയ വിദ്യാരംഭ ചടങ്ങിൽ 100 കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. രാവിലെ സരസ്വതി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പൂന്താനം ഇല്ലത്ത് നടന്ന വിദ്യാരംഭ ചടങ്ങിൽ 390 കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ മേൽശാന്തി പഴയടത്ത് സതീശൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഭക്തകവി പൂന്താനത്തിന്റെ കീഴാറ്റൂരിലെ ഇല്ലത്തും വിപുലമായ വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഇല്ലത്തോട് ചേർന്ന സരസ്വതി മണ്ഡപത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഗുരുവായൂർ ദേവസ്വം മുൻ മേൽശാന്തി പഴയടത്ത് സതീശൻ നമ്പൂതിരി നേതൃത്വം നൽകി. ആചാര്യൻ CP നായർ, വടശ്ശേരിമന വാസുദേവൻ നമ്പൂതിരി, TP നാരായണ പിഷാരടി, മേലാറ്റൂർ രാധാകൃഷ്ണൻ, CV സദാശിവൻ, C വാസുദേവൻ, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, റിട്ടയർഡ് AEO VM ഇന്ദിര, KV കൃഷ്ണകുമാർ, V കൃഷ്ണൻ നമ്പൂതിരി, പെരിങ്ങോട് ശങ്കരനാരായണൻ, കൊളമക്കാട്ട് ശ്രീകൃഷ്ണൻ തുടങ്ങിയവരാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകാൻ അക്ഷരസന്നിധിയിലെത്തിയിരുന്നത്. രാവിലെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് മുന്നോടിയായി നടന്ന സരസ്വതി പൂജയ്ക്ക് കണ്ണൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 390 കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ പൂന്താനം ഇല്ലത്തെത്തിയത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ചടങ്ങിനെത്തിയ മുഴുവൻ പേർക്കും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും നൽകി. പെരിന്തൽമണ്ണ ശിവക്ഷേത്രത്തിലെ ഇലക്ട്രോണിക് വിദ്യാരംഭം കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി. കമ്പ്യൂട്ടർ സ്ക്രീനിൽ മൗസ് ഉപയോഗിച്ചാണ് ഏതാനും കുരുന്നുകൾ തങ്ങളുടെ ആദ്യാക്ഷരം കുറിച്ചത്. ഹരിശ്രീ കുറിക്കാൻ ആധുനിക ഇലക്ട്രോണിക് സംവിധാനം ഉണ്ടെന്നറിഞ്ഞതോടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്നായി ചില കുരുന്നുകൾക്ക്. ഗുരുവിന്റെ മടിയിലിരുന്ന് ഹരിശ്രീ കുറിക്കുന്നതിന്റെ ടെൻഷൻ ആലോചിച്ചു നിന്നവർ മറ്റൊന്നും ചിന്തിക്കാതെ കമ്പ്യൂട്ടറിന് മുന്നിലായി കണ്ട ക്യൂവിൽ ഒറ്റനിൽപ്പ്. ആദ്യം ഹരിശ്രീ കുറിച്ച് തുടങ്ങിയ ചേച്ചിക്ക് തുടക്കത്തിൽ മൗസും സ്ക്രീനും ഒന്നും അത്ര വഴങ്ങിയില്ല. എങ്കിലും അവസാനമായതോടെ സംഭവം ഇൻട്രസ്റ്റിംഗ് ആയി. ഒരു വിധത്തിൽ ഹരിശ്രീ ഗണപതായ നമ ഒപ്പിച്ചെടുത്തതോടെ ക്യൂവിൽ നിന്നവരിൽ ആവേശമായി. ചിലരുടെ ഭാവം കണ്ടാൽ കമ്പ്യൂട്ടറിൽ ഇതിലും വലിയ ഗെയിമുകളെല്ലാം കളിച്ച് വിജയിച്ച എനിക്ക് ഇത് വെരി സിമ്പിൾ എന്ന് പറയുന്നത് പോലെ തോന്നും. ഏതായാലും കമ്പ്യൂട്ടറൈസ് വിദ്യാരംഭം ചിലർക്ക് ഹരമായപ്പോൾ മറ്റു ചിലർ കാലങ്ങളായി തുടർന്നു വരുന്ന രീതി തന്നെ പിന്തുടർന്നു. പെരിന്തൽമണ്ണയിലെ GTech കമ്പ്യൂട്ടർ സെന്ററിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കുരുന്നുകൾക്ക് കമ്പ്യൂട്ടറിൽ ഹരിശ്രീ കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം വളരെ ഹൈടെക് രീതിയിലുള്ള ഒരു വിദ്യാരംഭമാണ് ക്ഷേത്രത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ ഒരുക്കുന്ന ബൊമ്മക്കുലു വേറിട്ട കാഴ്ചയാവുകയാണ്. ദേവീദേവന്മാരുടെ ബൊമ്മക്കുലു ഒരുക്കുന്നതിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൈവരുമെന്നാണ് ബ്രാഹ്മണ വിശ്വാസം. പ്രഥമം മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങളിലായി ദേവീദേവന്മാരെ പ്രകീർത്തിക്കുകയും പ്രത്യേകം പൂജകൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും സിദ്ധിക്കുമെന്ന വിശ്വാസത്തിലാണ് ബ്രാഹ്മണ സമൂഹം ബൊമ്മക്കുലു ഒരുക്കുന്നത്. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞാണ് ബ്രാഹ്മണ ഗൃഹങ്ങളിലും ബ്രാഹ്മണ സമൂഹ മഠങ്ങളിലും ബൊമ്മക്കുലു വയ്ക്കുന്നത്. പ്രത്യേകം പൂജിച്ച കുംഭം സ്ഥാപിച്ചതിന് ശേഷം ഏറ്റവും മുകളിലായി ദുർഗാലക്ഷ്മി, സരസ്വതി, ഗണപതി എന്നിവരുടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ബൊമ്മകൾ വയ്ക്കുന്നു. രണ്ടാമത്തെ നിരയിലായി ദശാവതാരങ്ങളും തുടർന്ന് ശ്രീനിവാസ കല്യാണം,
നക്ഷത്രം, അഷ്ടലക്ഷ്മി, വിവിധ ദേവീദേവന്മാർ എന്നിങ്ങനെയാണ് ബൊമ്മകളുടെ സ്ഥാനം. പ്രഥമം മുതലുള്ള ആദ്യത്തെ 3 ദിവസം ദുർഗ അഷ്ടോത്തര പൂജയും നടുവിലുള്ള 3 ദിവസങ്ങളിൽ ലക്ഷ്മി അഷ്ടോത്തര പൂജയും അവസാനത്തെ 3 ദിവസം സരസ്വതി അഷ്ടോത്തര പൂജയും നടത്തുന്നു. 9ാം ദിവസമായ നവമി ദിനത്തിൽ നിവേദ്യവും പായസവും പൂജയും കഴിക്കും. വൈകുന്നേരം വീട്ടിലെത്തുന്നവർക്കായി പ്രസാദ വിതരണവും നടത്തും. ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി, ഘനസംഘം തുടങ്ങിയ സ്തോത്രാലാപനവും സംഗീത കച്ചേരിയും നടത്തും. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും ന ജേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമഭിഃ ആദസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരഭിഃ പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. നവമി ദിനത്തിന് ശേഷം 10ാം ദിനം വിജയദശമിയിൽ വിദ്യാരംഭ ചടങ്ങുകളും നടക്കും. തുടർന്ന് പാനകം വെച്ച് നിവേദിച്ച് ബൊമ്മകളെ 2 ദിവസത്തിന് ശേഷം ഇറക്കി വെക്കുകയും വരും വർഷത്തിലേക്ക് വിപുലമായി ആഘോഷിക്കുന്നതിനായി കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു. അങ്ങാടിപ്പുറം ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഈ ചടങ്ങിന് ഇതര സമുദായ അംഗങ്ങളിൽ നിന്നും മികച്ച പിന്തുണയും സഹകരണവും ലഭിക്കുന്നുണ്ട്. സംഗീത കച്ചേരിയുടെ അകമ്പടി കൂടി ചേരുന്നതോടെ ബ്രാഹ്മണ സമൂഹത്തിന്റെ ഈ ആചാരം കൂടുതൽ നിറമാർന്നതാകുന്നു. ഭക്തകവി പൂന്താനത്തിന്റെ സ്മരണാർത്ഥം ഈ വർഷത്തെ പൂന്താനം സാഹിത്യോത്സവം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂന്താനത്ത് നടന്നു. കാവ്യസമർപ്പണം, സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു. ഭക്തകവി പൂന്താനത്തിന്റെ കീഴാറ്റൂരിലെ ഇല്ലത്ത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് പൂന്താനം സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. ഈ കവിതകൾക്ക് ഒരു വരിക്കാൻ ഒരു വാക്കിന് ഒരു ടൺ വെയിറ്റ് ആണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതെങ്ങനെയാണ് ഇത്രക്കധികം ആലോചിച്ചത്? പച്ച മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാകും. അദ്ദേഹം വളരെ വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സാധാരണ പാവപ്പെട്ട അല്ലെങ്കിൽ മലയാളം വായിക്കാൻ അറിയുന്ന ഒരാൾക്കും നേരത്താണ് അദ്ദേഹം വളരെ പച്ച മലയാളത്തിലാണ് അദ്ദേഹത്തിന് എത്തിയത്. ഭക്തിക്ക് വേണ്ടി മാത്രം സാഹിത്യ പ്രവർത്തനം നടത്തിയ കാലത്ത് എഴുതിയ സാമൂഹ്യ പാഠമാണ് ക്യാൻപാന. നമ്മെപ്പറ്റി എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ അധ്യക്ഷം വഹിച്ചു. എം ഉമ്മർ MLA മുഖ്യാതിഥിയായിരുന്നു. പ്രൊഫസർ അജിത് മേനോത്ത്, വി ബാബുരാജ്, ഡി വിജയകുമാർ, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഖദീജ എന്നിവർ സംസാരിച്ചു. സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് രാവിലെ വിദ്യാരംഭവും കാവ്യസമർപ്പണവും സംഘടിപ്പിച്ചിരുന്നു. വിദ്യാരംഭത്തിൽ 390 കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങ് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് M ജനാർദ്ദനൻ, KV കൃഷ്ണകുമാർ, മനോജ് എന്നിവർ സംസാരിച്ചു. കവികളായ പ്രൊഫസർ ഷൊർണൂർ കാർത്തികേയൻ, M ശിവപ്രസാദ്, പെരിങ്ങോട് ശങ്കരനാരായണൻ, PS വിജയകുമാർ, കൃഷ്ണൻ മങ്കട, ശോഭ പൂന്താനം, പ്രദീപ് എന്നിവർ കവിതകൾ ആലപിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിലെ വിശ്രമമുറിയോട് ചേർന്നുള്ള ബാത്റൂമുകൾ ഇനി മുതൽ യാത്രക്കാർക്ക് സൗജന്യമായി ഉപയോഗിക്കാം. റെയിൽവേയുടെ പുതിയ തീരുമാനം യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകും. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ വിശ്രമമുറിയോട് ചേർന്നുള്ള ശൗചാലയങ്ങൾ ഇനി മുതൽ യാത്രക്കാർക്ക് സൗജന്യമായി ഉപയോഗിക്കാം. പ്ലാറ്റ്ഫോമുകളിലെ ശൗചാലയങ്ങളുടെ ഉപയോഗം സൗജന്യമാക്കാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തെ തുടർന്നാണ് നടപടി. ഈ നിർദ്ദേശം നേരത്തെ മുൻ പ്രാബല്യത്തിലുണ്ടായിരുന്നെങ്കിലും നടപ്പിലായിരുന്നില്ല. നിലവിലുള്ള കരാറുകൾ അവസാനിക്കുന്ന മുറയ്ക്ക് വിശ്രമമുറികളോട് ചേർന്നുള്ള ശൗചാലയങ്ങൾ സൗജന്യമായിരിക്കും. ഇതിനായി ഇനി കരാർ ക്ഷണിക്കില്ല. നിലവിൽ കരാറുകൾ എടുത്തവർക്ക് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് 3 മാസം മുമ്പ് നോട്ടീസ് നൽകണമെന്നാണ് വ്യവസ്ഥ. ഈ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്കാവും സൗജന്യം. ടിക്കറ്റുള്ള യാത്രക്കാർക്ക് ഇത്തരം സേവനങ്ങൾ സൗജന്യമായിരിക്കുമെന്നാണ് വ്യവസ്ഥ. നേരത്തെ റെയിൽവേ വാണിജ്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ ശൗചാലയങ്ങൾ. ഇനി മുതൽ റെയിൽവേ മെഡിക്കൽ വിഭാഗത്തിന്റെ കീഴിലായിരിക്കും. സ്റ്റേഷനുകളിലെ മറ്റ് സ്ഥലങ്ങൾ വൃത്തിയാക്കുന്ന മുറയ്ക്ക് ഈ ശൗചാലയങ്ങളും വൃത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി വിദ്യാരംഭ ചടങ്ങുകൾ. നാടിനും വീടിനും ഐശ്വര്യമേകാൻ ബ്രാഹ്മണ ഗൃഹങ്ങളിലെ ബൊമ്മക്കൊലു സമർപ്പണം.
ഭക്തകവിയുടെ സ്മരണാർത്ഥം പൂന്താനം ഇല്ലത്ത് ഗുരുവായൂർ ദേവസ്വം വക സാഹിത്യോത്സവം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.